ചോക്കാടി ഗവൺമെൻറ് LP സ്കൂളിലെ കഴിഞ്ഞ ദിവസം കുട്ടികൾക്കൊരിക്കലും മറക്കാനാവാത്തതായിരുന്നു. രാവിലെ പതിവ് പോലെ സ്കൂൾ ബെൽ മുഴങ്ങി. കുട്ടികൾ അവരുടെ ചെറു ബാഗുകളും ചുമന്ന് ക്ലാസ് മുറികളിലേക്ക് കയറുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വരാന്തയിൽ ഒരു അതിഥി നിൽക്കുന്നത് കാണുന്നത്. സാധാരണയായി വൈകി എത്തുന്ന കുട്ടികളെ കണ്ടാൽ ഹെഡ് മാസ്റ്റർ ചോദിക്കാറുണ്ട്, എന്താ ഇത്ര വൈകി വന്നത്? എന്നാൽ കഴിഞ്ഞ ദിവസം ആ അതിഥിയെ കണ്ടപ്പോൾ അധ്യാപകർ പോലും ഒരു നിമിഷമൊന്ന് നിശബ്ദരായിപ്പോയി. കൂട്ടം തെറ്റിയെത്തിയ 3 വയസ്സുകാരനായ ഒരു കുട്ടിയാനെ തന്നെയായിരുന്നു വരാന്തയിൽ നിൽക്കുന്നത്. അയ്യോ, 1ാം ക്ലാസ്സിലെ പുതിയ അഡ്മിഷനാണ് വന്നിരിക്കുന്നത്, ഒരു അധ്യാപകൻ വിളിച്ചു പറഞ്ഞതോടെ സ്കൂൾ കുട്ടികളും മുഴുവൻ ആളുകളും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കുഞ്ഞാന സ്കൂളിലെ വരാന്തയിൽ അലഞ്ഞു നടക്കുമ്പോൾ കുട്ടികൾ ഒരുപാട് കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ പേടിച്ച് ബെഞ്ചുകൾക്ക് മുകളിൽ കയറി. പക്ഷേ 3ാം ക്ലാസ്സിലെ ഒരു കുട്ടി ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, സാറേ, ഇവരെ നമുക്ക് ആരെങ്കിലും ബിഗ് ബ്രദർ കിട്ടിയാലോ? പിന്നെ മറ്റൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വന്നാൽ PT ക്ലാസ് എല്ലാം അവനോടൊപ്പമേ വേണ്ടു. അധ്യാപികമാരിൽ ഒരാൾ പേടിച്ചും ചിരിച്ചും ഇങ്ങനെ പറഞ്ഞു, കുട്ടികളെ, ഇവനെ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, ഹോംവർക്ക് ചോദിക്കണ്ട, ഇല്ലെങ്കിൽ വണ്ടിക്കാരനേക്കാൾ ഇവൻ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആ സമയത്ത് തന്നെ വീഡിയോ പകർത്തിയ അധ്യാപകൻ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഇവനെയാണ് ഇനി സ്കൂൾ കലോത്സവത്തിന്റെ ചീഫ് ഗസ്റ്റ് എന്ന്. പിന്നെ പിന്നിൽ നിൽക്കുന്ന ഓരോരുത്തരായി ഓരോ മറുപടികൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കുഞ്ഞാനയെ വരവേറ്റു. കുഞ്ഞാന വരാന്തയിൽ കിടന്നിരുന്ന ചെരുപ്പുകൾക്കരികിൽ ചെന്ന് മണത്ത് നോക്കിയപ്പോൾ കുട്ടികൾ വിളിച്ചു പറഞ്ഞു, എടോ, അത് നോക്കണ്ട, അത് നമ്മുടെ ഷൂസാണ്. ചുറ്റും നിന്ന കുട്ടികളും അധ്യാപകരും ഇത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയാനെ കണ്ടപ്പോൾ ചിലർ പേടിച്ച് കരയുകയും ചിലർ ആവേശത്തോടെ കൈയടിക്കുകയും ചെയ്തു. സാറേ, ഇനി നമ്മൾക്ക് ഹിസ്റ്ററി സബ്ജക്റ്റ് വേണ്ട, സബ്ജക്റ്റ് പോരെ എന്ന് ഒരു കുട്ടി അധ്യാപകനോട് പരിഹാസത്തോടെയും സന്തോഷത്തോടുകൂടിയും ചോദിക്കുന്നുണ്ട്. വനത്തിൽ പോയാൽ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ ജംഗിൾ ബുക്ക് നമ്മൾ ലൈവായി കാണും എന്ന് അധ്യാപകർ പലപ്പോഴായി കുട്ടികളോട് പറയാറുണ്ടെങ്കിലും എന്നാൽ ഇപ്പോൾ ജംഗിൾ ബുക്ക് യാഥാർത്ഥ്യമായൊരു പ്രതീതിയാണ് വയനാട്ടിലെ കുട്ടികൾക്കുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ എത്തിയപ്പോഴേക്കും വലിയ വൈറലാണ് ലഭിച്ചത്. ന്യൂ അഡ്മിഷൻ കൺഫേംഡ്, ഫസ്റ്റ് റാങ്ക് കാൻഡിഡേറ്റ് ഫ്രം ഫോറസ്റ്റ് തുടങ്ങിയ കമന്റുകളും പോസ്റ്റിന്റെ അടിയിൽ നിറഞ്ഞൊഴുകി. ചിലർ പറഞ്ഞു, കുട്ടിയാനയ്ക്ക് LKG UKG ഒന്നും വേണ്ട, ഡയറക്റ്റ് അഡ്മിഷൻ മതിയെന്ന്. ഒരാൾ ഇങ്ങനെ എഴുതി, ഇത് കേരള സിലബസിൽ നിന്നും ഫോറസ്റ്റ് സിലബസിലേക്ക് അപ്ഗ്രേഡ് ആകുന്നുവെന്ന്. വീഡിയോ കൊണ്ട് നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം ചെരുപ്പുകൾ പുറത്തു വെച്ചത് ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിച്ചപ്പോൾ സ്കൂൾ അധികൃതർ വിശദീകരിച്ചു, മഴക്കാലത്ത് ചെളിയിലായ ചെരുപ്പ് ക്ലാസ്സിലേക്ക് കയറ്റിയാൽ കുട്ടികൾ വഴുതി വീഴും, അതിനാലാണ് പുതിയ ക്ലാസ് മുറികളിലേക്ക് ചെരുപ്പ് ഒഴിവാക്കുന്നത് എന്ന് ഹെഡ് മാസ്റ്റർ പറയുകയും ചെയ്തു. അതേസമയം കുട്ടികൾ തമ്മിൽ കളിയാക്കി പറഞ്ഞു, സാറേ, ഇവിടെ ചെരുപ്പ് പുറത്തിട്ടത് കൊണ്ടാണ് അവൻ വന്നത്, അവൻ കരുതിയിട്ടുണ്ടാകും ഇവിടെ കുട്ടികളുടെ കളികൾ എന്തെങ്കിലും നടക്കുന്നുണ്ടാവുമെന്ന്. രക്ഷിതാക്കൾക്കും ചെറിയൊരു ഭയമുണ്ടായിരുന്നു ഈ സംഭവം കാണുമ്പോൾ. ഇന്ന് കുട്ടിയാനെ വന്നാൽ നാളെ ആനത്തമ്പുരാനോ പുലിയോ വരുമോ എന്ന് ഒരാൾ ചോദിക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരാൾ തമാശയായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ വന്നാലും സ്കൂൾ PTA ഉണ്ടല്ലോ, അവർ വൈൽഡ് ലൈഫ് അസോസിയേഷനെ ടാക്കിൾ ചെയ്യും. വനപാലകർ അവസാനം എത്തി കുട്ടിയാനയെ സുരക്ഷിതമായി കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ നിറഞ്ഞ കയ്യടിയോടുകൂടി അവനെ യാത്രയാക്കി.